അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ തൂറാണ്, സൂറ അത്തൂർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ആയത്തുകളാണ് നമ്മളിതുവരെ പഠിച്ചത്. കഴിഞ്ഞ ആയത്തുകൾ നമ്മളെ മനസ്സിലുണ്ടാവും. ഖുർആൻ്റെ ഒരു സ്ഥിരം ശൈലി എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രകൃതിയിലെയും പ്രപഞ്ചത്തിലെയൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിനെ വെച്ചുകൊണ്ട് ആഖിറത്തിനെ അള്ളാഹു എന്ത് ചെയ്യാണ്, തെളിയിക്കുകയാണ്. അത് നമ്മൾ സൂറ ഷംസ്, സൂറ ലൈലിലൊക്കെ നമ്മൾ പഠിച്ച അതേ ശൈലിയാണ്. പക്ഷേ ഈ ആയത്തുകളുടെ ഒരു പ്രത്യേകത ഞാനന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ ആയത്തുകളിൽ ആകാശം, അതേപോലെ തന്നെ കടല്, ഇതിനെയൊക്കെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആകാശത്തിൻ്റെ വ്യവസ്ഥ, അതിൻ്റെ കണക്ക്, അതേപോലെ കടല് അതിങ്ങനെ നിലനിൽക്കുന്നത് പരലോകമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇത് പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഈ സൂറ അത്തൂറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു ഹിദായത്തിനെ വെച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, ആൾക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് കിതാബുകളുണ്ട്, നിരന്തരമായിട്ട് നന്മ പറയുന്ന ആൾക്കാരുണ്ട്, വിശ്വാസികളുണ്ട്, ബൈത്തുൽ മഅ്മൂർ എന്താണ് ഹജ്ജ് ചെയ്യുന്ന കഅബ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് വിശ്വാസം നിലനിൽക്കുന്നു എന്നുള്ളത് എന്തിൻ്റെ തെളിവാണ്? പരലോകത്ത് ഇതിനെ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിചാരണ ഉണ്ടാവും എന്ന് കൂടെ പറഞ്ഞു എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ ഒരു വ്യത്യസ്തതയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇൻഷാ അള്ളാ ഇന്ന് 11 മുതൽ 16 വരെയുള്ള ആയത്തുകളായിരിക്കും. ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവാം. 11-ാമത്തെ ആയത്ത് ഫവൈലുൻ യൗമ ഇതിൽ ലിൽ മുക്കദ്ദിബീൻ. ഫവൈലുൻ, വൈല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശം എന്നാണ് അതിൻ്റെ അർത്ഥം. യൗമ ഇതിൻ, അപ്പോൾ യൗമ ഇതിൻ എന്ന് പറഞ്ഞാൽ യൗമ എന്താണ്? ദിവസം. യൗമ ഇതിൻ, അപ്പോൾ ഒരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതിൻ്റെ കണ്ടിന്യൂഷനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു പരലോകമുണ്ട്, പരലോകത്ത് അള്ളാഹിൻ്റെ തെളിവുകളെ നിഷേധിച്ചവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആയത്ത് അവസാനിച്ചത്. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷനാണെന്ത്? ആ ദിവസം മഹ്ശറയിൽ വിചാരണ നാളുടെ ദിവസം യൗമ ഇതിൽ ലിൽ മുക്കദ്ദിബീൻ, ആ ദിവസം മുക്കദ്ദിബീൻ എന്താണ്? നാശമാണ്, വൈല് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മുക്കദ്ദിബീൻ എന്നുള്ളത് നമ്മൾ മുന്നേ ഇത് മാത്രമായിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. മുക്കദ്ദിബീൻ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളികളായാലും നമ്മളെ ഒരു സാധാരണ മതപഠനത്തിലും നമ്മുടെ ഒരു ചർച്ചയിലും അധികം വരാത്ത ഒരു പദമാണ് മുക്കദ്ദിബീൻ. നമ്മളെ ചർച്ചയിൽ അധികവും നരകത്തിൽ കിടക്കുന്നവരുടെ വരുന്നത് കുഫറും ഷിർക്കുമാണ്. കുഫറും ഷിർക്കും നമ്മൾ ധാരാളം പറയാറുണ്ട്. അത് പല കാരണങ്ങളുണ്ടാകും. നമ്മൾ പഠിച്ചു വന്നതിൻ്റെയും പഠിപ്പിക്കുന്ന ആൾക്കാർ ഏതിൽ ഫോക്കസ് ചെയ്യുന്നതൊക്കെ ഇതുണ്ട്. പക്ഷെ നിങ്ങൾ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ തക്ദീബ് ചെയ്യുന്നത് കളവാക്കലാണ്. കളവാക്കുന്നവരാണ് മുക്കദ്ദിബീൻ. ഇത് ഖുർആന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് മാത്രമല്ല, നരകത്തിൽ കിടക്കുന്നവരെ കുറിച്ച് പറഞ്ഞ കുഫറിന് ശേഷം ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു ക്യാരക്ടർ തക്ദീബാണ്. അപ്പോൾ തക്ദീബ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളവാക്കലാണ്. കളവാക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കളവാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. കള്ളം പറയാന്ന് പറഞ്ഞാൽ സത്യം നമുക്കറിയാം, അതിനെ അതല്ലാത്ത രീതിയിൽ വാക്കുകൊണ്ട് ജീവിതം കൊണ്ട് അവതരിപ്പിക്കുന്നതിനാണ് കള്ളം എന്ന് പറയുക. ഇപ്പോൾ ഒരാൾ നല്ല ആളാണെങ്കിൽ അയാൾ മോശം ആളെന്ന് കള്ളം പറയുന്നത് നല്ല ആളാണെന്ന് നമുക്കറിയാം, പക്ഷെ വേറെ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് കളവാക്കുക എന്ന് പറഞ്ഞാൽ. ഒന്നിനെ അതല്ലാത്ത രീതിയിൽ കളവാക്കുക. നമുക്ക് കാണാതെ അറിയുന്ന തക്ദീബ് ഏതാണ്? തക്ദീബ് പറയുന്ന ആയത്ത് ഏതാണ്? സൂറ മാഊൻ, അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അപ്പോൾ അതിൽ നിന്ന് വളരെ ക്ലിയർ ആണ് ആയത്ത്. എന്ന് വെച്ചാൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിച്ചുകൊണ്ട് അനാഥയെ ആട്ടിയകറ്റുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? എന്തിനെ കളവാക്കുന്നത്? ഇസ്ലാമിനെ കളവാക്കുന്നത്. കാരണം ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം നിസ്കരിക്കുന്നവൻ എന്ത് ചെയ്യും? യത്തീമിനെ ചേർത്ത് പിടിക്കും. നിസ്കരിച്ചുകൊണ്ട് ഒരാൾ യത്തീമിനെ ആട്ടിയകറ്റുകയാണെങ്കിൽ അതെന്താണ്? കാണുന്നാക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അല്ലാത്ത രീതിയിലാണ് മനസ്സിലാക്കുക. അപ്പം തക്ദീബ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട നമ്മിൽ വരാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. അപ്പോൾ അള്ളാഹു ഇവിടെ പറയുന്നത് മഹ്ശറയുടെ ആ ദിവസം വിചാരണ നടക്കുന്ന നാളിൽ മുക്കദ്ദിബീൻ അവർക്ക് എന്താണ് സംഭവിക്കുക? നാശം. അപ്പം ഇവിടെ മുക്കദ്ദിബീൻ ആരാണ്? ഈ സൂറത്തിൽ ആദ്യം പറഞ്ഞ തെളിവുകളെ, കടല്, പർവ്വതം,
പൂക്കള്, മാനം, ഇതൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന തെളിവുകളാണ്. ഇതിനെ അറിഞ്ഞിട്ടും പടച്ചോൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ തോന്നിയിട്ടും അതല്ലാത്ത രീതിയിൽ ചുറ്റിലും അവതരിപ്പിക്കുന്നവരാണ് മുഖദ്ദിബീൻ എന്ന് പറയുന്നത്. കുഫർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കലാണ്, നേർക്ക് നേരെ. തക്ദീബ് എന്ന് പറഞ്ഞാൽ കളവാക്കലാണ്. എല്ലാ തക്ദീബും ഒരു തരത്തിൽ എന്താണ്, കുഫറാണ്. ഇത് വേറെ തന്നെ ചർച്ചയാണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ സന്ദർഭത്തിൽ വരാം. പക്ഷെ ഇവിടെ നമ്മൾ പിന്നെ അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ച് ഉള്ളൊരു പാഠം ഇതിൽ ഉണ്ട്. കാരണം അള്ളാഹ് നരകത്തിലിടുക ഒന്ന് കുഫർ ചെയ്തവരെയാണ്, രണ്ട് തക്ദീബ് ചെയ്തവരെയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഈ രണ്ട് ക്യാരക്ടറിൻ്റെയും പ്രയർ കണ്ടീഷൻ എന്താണ്? സത്യം മുന്നിൽ വേണം. സത്യം മുന്നിലുണ്ടായാലേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിഷേധിക്കാൻ കഴിയുള്ളൂ. സത്യം മുന്നിൽ അറിഞ്ഞാലേ അതിനെ കളവാക്കാൻ കഴിയുള്ളൂ. സത്യം മുന്നിൽ വന്നിട്ട് അതിനെ നിഷേധിച്ചവരാണ് എന്ത് ചെയ്യുള്ളൂ, നരകത്തിൽ കിടക്കുള്ളൂ. എന്ന് വെച്ചാൽ ഇത് അള്ളാഹിൻ്റെ നീതിയാണ്. അള്ളാഹിൻ്റെ നീതി അണുമണിത്തൂക്കം അനീതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യത്തിനോടുള്ള നിലപാടനുസരിച്ചിട്ടാണ് ഒരാളെ, എന്ന് വെച്ചാൽ ആരെങ്കിലും പിടിച്ച് നരകത്തിലിടുന്ന ഒരു ആദർശത്തെക്കുറിച്ചല്ല അള്ളാഹു പറയുന്നത് എന്നുള്ളതാണ്. ഇനി ഈ വൈല് എന്നുള്ളത് നിങ്ങൾ ഖുർആനിൽ പിന്നെ ധാരാളം കണ്ടിട്ടുള്ളൊരു വൈല്. നേർക്ക് നേരെ നമ്മൾ മലയാളം ട്രാൻസ്ലേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നാശം എന്നാണ് പറയുക. വൈല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ എക്സ്പ്രസീവ് അട്ടറൻസ് എന്ന് പറയും. എക്സ്പ്രസീവ് അട്ടറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരു വസ്തുത പറയല്ല ചെയ്യുന്നത്, അയാളെ ഇമോഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്ത്, എക്സ്പ്രസീവ് അട്ടറൻസ്. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ കഷ്ടം എന്ന് പറയില്ലേ, കഷ്ടം എന്ന് പറയുന്നത് ശരിക്ക് എന്തോ ഒരു ആശയം പറയാനല്ല, മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഇമോഷൻ കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അയ്യോ എന്നൊക്കെ പറയുന്നത് ഒക്കെ എക്സ്പ്രസീവ് അട്ടറൻസ് ആണ്. പിന്നെ ഒരു തരത്തിൽ അടിപൊളി എന്ന് പറയുന്നത് എന്താണ്, അടിപൊളിക്ക് പ്രത്യേക അർത്ഥമൊന്നുമില്ല. നമ്മൾ അടിപൊളിയാണെന്ന് പറയുന്നത് എന്തോ ഒരു മെസ്സേജ് അതിലില്ല, എന്തിനെ അടിച്ചു പൊളിക്കാൻ പോകുന്നൊന്നുമില്ല. പക്ഷെ അടിപൊളി എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷൻ കാണിക്കുക. അപ്പം വൈല് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ സ്വഭാവക്കാരോടുള്ള ദേഷ്യവും അവരോടുള്ള വിമർശനവും എക്സ്പ്രസ് ചെയ്യുന്ന വാക്കാണ് എന്ത്, വൈല് എന്ന് പറയുന്നത്. ഖുർആനിൽ ഇത് നമുക്ക് ധാരാളം കാണാൻ പറ്റും. ഈ കോണ്ടെക്സ്റ്റിൽ എന്താണ് വൈല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൃത്യമായിട്ട്, ഇത്രയും ക്ലിയർ ആയിട്ട് ഞാനുണ്ട് എന്ന് കാണിക്കുന്ന തെളിവുകൾ ഇവരെ മുന്നിലുണ്ടായിട്ട് ജീവിതത്തിൽ 10-60 വർഷവും 40 വർഷമൊക്കെ ജീവിച്ചിട്ട് അതിനെ കളവാക്കി ജീവിച്ചിട്ട് എൻ്റെ മുന്നിൽ വന്നു ഫവൈൽ എന്താണ്, നാശമാണ് എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും ഖുർആനിൽ. പിന്നെ നിങ്ങൾ സൂറ മുർസലാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 10 തവണ ഇതേ പ്രയോഗം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വൈലു യൗമ ഇതില്ലിൽ മുഖദ്ദിബീൻ. എന്നിട്ട് കുറേ പറയും ഫവൈലു യൗമ ഇതില്ലിൽ മുഖദ്ദിബീൻ. അതിൽ പിന്നെ ഒരൊറ്റ എക്സാമ്പിൾ, അതിൽ ആയത്ത് 20 മുതൽ 24 വരെയുള്ള ഈ ആയത്ത് നിങ്ങൾ വെറുതെ പിന്നെ ഒരു ഓപ്പണായിട്ട്, നമ്മൾ മുസ്ലിം ആണോന്നില്ല, ഓപ്പണായിട്ട് ആലോചിച്ച് നോക്കുക. അലം നഖ്ലുക്കും മിമ്മ ഇമ്മഹീൻ, നിങ്ങളെ വളരെ മ്ലേച്ഛമായ നിസ്സാരമായ ഒരു ദ്രാവകത്തിൽ നിന്ന് സൃഷ്ടിച്ചിട്ടില്ലേ. ഫജഅൽനാഹു ഫീ ഖറാരിൻ മക്കീൻ, എന്നിട്ട് ആ ദ്രാവകത്തിനെ വളരെ സുരക്ഷിതമായ ഉമ്മാന്റെ വയറ്റിലെ ഒരു സ്ഥലത്ത് ഞാൻ ആരാണ് ആക്കിയത്, ഇലാ ഖദറിൻ മഅലൂം, ഒരു നിശ്ചിത അവധി വരെ. ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ, അത് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാണ് ഫവൈലു യൗമ ഇതില്ലിൽ മുഖദ്ദിബീൻ, എന്ന് വെച്ചാൽ ഇത്രയും തെളിഞ്ഞ തെളിവുണ്ടായിട്ട് എന്നുള്ളതാണ്. വേറെ ഏതാണ് നമുക്കറിയാവുന്ന, കാണാതെ അറിയാവുന്ന ഒരു വൈല് പറഞ്ഞത്? വൈലുല്ലിൽ മുത്തഫിഫീൻ. വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളന്ന് തൂക്കി കൊടുക്കുന്നതിലൊക്കെ പ്രശ്നമാക്കി. ഇത് അവിടെ അള്ളാഹ് അത്രയും ദേഷ്യം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസവുമായിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതിനെ ബന്ധപ്പെടുത്താതെ നിലപാടെടുക്കുന്നവരാണ് ആര്, അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. വേറെന്താണ്, വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, നോവിച്ച്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള ക്യാരക്ടേഴ്സിനെ അള്ളാഹു അവിടെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, നമസ്കാരത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്, കുത്തി നോവിച്ച് സംസാരിക്കുന്നവർക്ക് നാശം എന്ന് അള്ളാഹു അവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് വൈല്. അപ്പോൾ അതാണ് 11-ാമത്തെ ആയത്ത് ഫവൈലു യൗമ ഇതില്ലിൽ മുഖദ്ദിബീൻ. ഇനി 12-ാമത്തെ ആയത്ത് പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അള്ളാഹിൻ്റെ ഒരു പ്രയോഗമാണ്. എന്ന് വെച്ചാൽ നരകത്തിൽ കിടക്കുന്നവരെ കുറിച്ചാട്ടോ പറയുന്നത്. അത് ആ ക്യാരക്ടർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമസ്കാര, ഹജ്ജ്, നോമ്പ് ഒക്കെ ആണെങ്കിൽ ഖുർആൻ പറയാൻ പോകുന്ന എന്താണ്, ആരാണ് മുഖദ്ദിബീൻ? അല്ലദീന, അവർ, ഹും ഫീ ഖൗലി യൽഅബൂൻ എന്നാണ്. അല്ലദീന ഹും, അവരാകുന്നു, ഫീ ഒരു ഇതിൽ ഖൗലി യൽഅബൂൻ. ഖൗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ചളി ഉള്ള വെള്ളത്തിൽ കഷ്ടപ്പെട്ട് നീങ്ങുന്നതിനെ കുറിച്ചാണ്
ഹൗദ് എന്ന് പറയുക. എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ക്ലിയർ അല്ലാത്ത കാര്യങ്ങളിൽ, പിന്നെ ഒരു ഉപകാരവും ചെയ്യാത്ത കാര്യങ്ങളിൽ പിന്നെ നിരന്തരമായി ഏർപ്പെടുന്നതിനെ കുറിച്ചാണ് ഹൗദ് എന്ന് പറയുക. ബിസി ആയിരിക്കും, കംപ്ലീറ്റ്ലി ബിസി ആയിരിക്കും, എന്തോ വലിയ പണി നടക്കുന്നുണ്ടാവും, പക്ഷെ ആ പണിക്ക് എന്തുണ്ടാവില്ല, പ്രത്യേകിച്ച് ഒരു അർത്ഥം, ഒരു 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 ഗുണം ആ പണി കൊണ്ട് ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അനാവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറയാറില്ലേ, നിന്റെ ആവശ്യം എനിക്ക് അനാവശ്യം എന്ന് പറയുന്ന നേരത്തെ ഒരു പ്രശ്നമാണ് ഇവിടെ. കാരണം അള്ളാഹിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ ആവശ്യമല്ലാത്തത് ചെയ്യുമ്പോഴാണ് അതെന്ത് അനാവശ്യം. നമുക്ക് ഭയങ്കര ആവശ്യമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇവിടെ അള്ള പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ചെയ്യാൻ. ഇതല്ലാത്ത ഏതിൽ നമ്മൾ വല്ലാതെ സമയം കളഞ്ഞ് ബിസി ആകുന്നതൊക്കെ എന്താണ് അനാവശ്യമാണ് എന്നാണ് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആണ് അനാവശ്യം. ഇതാണ് അപ്പോൾ നരകത്തിൽ കിടക്കുന്ന ഒരു സ്വഭാവം ഹൗദാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. രണ്ടാമത്തെ സ്വഭാവം ലഈബാണ്. യൽഅബൂൻ. ലഈബ് എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ മലയാളത്തിലെ അർത്ഥം കളി തമാശ എന്നൊക്കെയാണ്. അപ്പോൾ കളി തമാശ ഇസ്ലാം അതിനെതിരൊന്നുമില്ല. പക്ഷെ കളി തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാനസികാവസ്ഥ ഗൗരവമുള്ള കാര്യങ്ങളെ നിസ്സാരമായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. ഒരു തരം ജീവിതത്തെക്കുറിച്ച് ഒരു തരത്തിലും സീരിയസ് അല്ലാത്ത ക്യാരക്ടർ എന്നുള്ളതാണ് ഇത്. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. അപ്പം പിന്നെ ഇനി വരുന്ന ആയത്തുകൾ ഈ ആൾക്കാരുടെ നരക ശിക്ഷയെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അപ്പം നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ നിങ്ങൾ നരകത്തിനെ കുറിച്ച് പറയുന്ന ക്ലാസ്സുകളൊക്കെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഖുർആനെ കുറിച്ച് എപ്പോഴും പറയുന്ന കാര്യം, അള്ളാഹു നരകത്തിനെ വിവരിക്കുന്നത് വെറുതെ വിവരിക്കാൻ വേണ്ടിയിട്ടല്ല, നരകത്തിൽ കടക്കുന്ന ആ സ്വഭാവത്തെക്കുറിച്ച് എന്തുണ്ട് ആ വിവരണത്തിലുണ്ട്. അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം നരകം ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി, ഓനെയൊക്കെ കത്തിക്കും എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയല്ല. ഓരോ സ്ഥലത്തെയും വിവരണത്തിന് അവിടെ പറയുന്ന സ്വഭാവമായിട്ട് എന്തുണ്ട് ബന്ധമുണ്ട്. അപ്പൊ മുഖം കുത്തി വലിച്ചിഴക്കുക എന്ന് കഴിഞ്ഞ സൂറത്തിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. സത്യത്തിന് നേരെ മുഖം കാണിക്കാത്തവരെ. ഇതിൽ അള്ളാഹു ഇനി നരകത്തിന്റെ വിവരണത്തെ കുറിച്ച് വെറുതെ നോക്കി നോക്കുക. 13-ാമത്തെ ആയത്ത്, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ എന്നുള്ളതാണ്. ദഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദഅ എന്ന് പറഞ്ഞാൽ തള്ളലാണ്. പക്ഷെ വെറും തള്ളലല്ല, പുറകിൽ നിന്നും ശക്തമായി തള്ളുന്നതിനെ കുറിച്ചാണ് എന്ത് പറയുക, ദഅ എന്ന് പറയുക. അപ്പം ഇവരെന്ത് ചെയ്യും? നരകത്തിലേക്ക് ശക്തമായിട്ട് പിടിച്ചു തള്ളപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ തള്ളിയാൽ എന്താ സംഭവിക്കുക? എന്താ മെസ്സേജ്? പുറകിൽ നിന്ന് പെട്ടെന്ന് തള്ളിയാൽ ഒന്നത് അപ്രതീക്ഷിതമായിരിക്കും, നമുക്കൊരു ചോയ്സും ഉണ്ടാവില്ല. ഉറങ്ങിക്കിടക്കുന്നതൊക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് എണീക്കും. ലഈബും എന്താണ് ഹൗദും രണ്ടും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ആവശ്യമായ കാര്യങ്ങൾ അറിയാതെ ഒരൊറ്റ ഓട്ടാണ് ജീവിതത്തിൽ. അനാവശ്യമായ കാര്യങ്ങളിലും കളി തമാശയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നരകത്തിലെത്തുമ്പം എന്ത് ചെയ്യാണ്? പുറകിൽ നിന്ന് ഒരൊറ്റ തള്ളുകയാണ്. ആ പറയുന്നതിൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മൾ ഉണരേണ്ട ആവശ്യം ഉണ്ടാവില്ല, അപ്പോഴത്തേക്ക് എന്തുണ്ടാവും? താഴത്തേക്ക് എത്തിയിട്ടുണ്ടാവും. സെയ്ദ് ഖുതുബിൻ്റെ ട്രാൻസ്ലേഷനിലുള്ളത് ദേ വിൽ ബി ഇറസിസ്റ്റബിളി ത്രസ്റ്റ് ഇൻ ടു ഹെൽ എന്നാണ്. വളരെ കറക്റ്റാണ്. എന്ന് വെച്ചാൽ തടുക്കാൻ കഴിയാത്ത വണ്ണം എന്ത് ചെയ്യും? നരകത്തിലേക്ക് തള്ളപ്പെടുന്ന ദിവസം എന്നാണ് അവിടെ പറയുന്നത് എന്നുള്ളതാണ്. 14-ാമത്തെ ആയത്തിൽ ഹാദിഹി ഇതാകുന്നു നാർ നരകം അല്ലത്തി കുൻതും ബിഹാ തുകദ്ദിബൂൻ നിങ്ങൾ നിഷേധിച്ച് കളഞ്ഞിരുന്ന നരകം. ഈ പ്രയോഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി തോന്നുന്നുണ്ടോ? ഹാദിഹി നാർ, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമ്മളെ സെക്കൻഡ് പേഴ്സൺ ആക്കുന്ന ഒരു സ്വഭാവം. എന്ന് വെച്ചാൽ ഇതുവരെ ഒരാളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത്, ഇവരെ നരകത്തിൽ തള്ളപ്പെടുന്ന ദിവസം. അപ്പോൾ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അള്ളാഹു വായിക്കുന്നവനെ സെക്കൻഡ് പേഴ്സൺ ആക്കുകയാണ്. ഹാദിഹി നാർ, ഇതാകുന്നു നരകം. ഇപ്പം ആരോടെ പറയുന്നത്? ഇപ്പം നമ്മൾ നരകം ശരിക്കും നമ്മുടെ മുന്നിലുണ്ടായിട്ട് ഹാദിഹി നാർ, അപ്പം അങ്ങനെ അത്ര കംഫർട്ടബിളി ഓതിപ്പോകാൻ കഴിയില്ല. ഹാദിഹി നാർ, ഇതാകുന്നു നരകം നമ്മളോട് പറയണ മാതിരിയാണ് അള്ളാഹു. ഇൽത്തിഫാത്ത് എന്നാണ് അറബിയിൽ ഇതിന് പറയുക. എന്ത് ചെയ്യും? സെക്കൻഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒക്കെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഖുർആന്റെ ശൈലിയാണ്. 15-ാമത്തെ ആയത്തിൽ അള്ളാഹിന്റെ ഒരു ചോദ്യമാണ്, അഫ സിഹ്റുൻ ഹാദ, ഇതെന്തോ മായജാലമാണോ? അം അൻതും ലാ തുബ്സിറൂൻ, അല്ല നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടോ? അപ്പോൾ വളരെ കറക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നരകത്തിന്റെ മുന്നിൽ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഹൗദിലും ലൈബിലും
അള്ളാനെ കാണുന്നില്ല, അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയില്ല, നരകവും സ്വർഗവും എനിക്ക് കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് നരകത്തിന്റെ തൊട്ടു മുന്നിൽ കൊണ്ടുവന്നിട്ട് അള്ളാഹ് പറയാണ് ഹാദിഹി നാർ, ഇതാണ് എന്ത് നരകം, നമുക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഇതാണ്. എന്നിട്ട് അവരോട് ചോദിക്കും, ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു സിഹറായിട്ട് തോന്നുന്നുണ്ടോ? പണ്ട് നിങ്ങൾ പറയാ സിഹറാണ് ഇത്, മറ്റേ പിന്നെ എന്താണ് 14 ഏതോ നൂറ്റാണ്ടിലെ ആദർശമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നല്ലോ, ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല, മുഹമ്മദ് എന്തോ തെറ്റ് കള്ളത്തരം പറഞ്ഞാണല്ലോ, ഇപ്പൊ സിഹറായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും നമ്മളോട്, ഈ മുഖദ്ദിബൂനോട്. എന്നിട്ടുള്ള അടുത്ത ചോദ്യം അൻതും ലാ തുബ്സിറൂൻ, അല്ല ഇപ്പൊ കാണാത്തൊരു പ്രശ്നമുണ്ടോ? ഇപ്പൊ കാണാത്ത പ്രശ്നമൊന്നുമില്ലോ, ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തെ കുറിച്ചാണ് അള്ളാഹുവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഖുർആന്റെ വളരെ, ഞാൻ പറഞ്ഞത് ഈ ആയത്തുകളൊന്നും ക്ലാസ് എടുക്കാൻ കഴിയില്ല, ഇത് ക്ലാസ് എടുക്കേണ്ട ആയത്തുകളല്ല ശരിക്കും. ഇത് നമ്മളിങ്ങനെ ഓതിയിട്ട് നമ്മളെ കാണണം, നരകത്തിന്റെ മുന്നിൽ ഇങ്ങനെ കണ്ടിട്ട് അള്ളാഹ് നാളെ ചോദിക്കും നിസ്കാരം മുടക്കിയതിനെ കുറിച്ചും നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ചൊക്കെ. എന്നിട്ട് അള്ളാഹ് ചോദിക്കും ഇപ്പം ഉറപ്പില്ലാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന ആ സെക്കൻഡ്, ആ മൊമെന്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇനി 16-ാമത്തെ ആയത്തിൽ അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രയോഗമാണ് ഇസ്ലൗഹ, നിങ്ങൾ ഇതിൽ കടന്ന് എരിഞ്ഞുകൊള്ളുക. ഫസ്ബിറു ഔലാ തസ്ബിറു, നിങ്ങൾ സൊബർ കൈകൊണ്ടാലും അല്ലെങ്കിലും സവാഉൻ അലൈക്കും, അത് ഒരേപോലെയാണ്. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, ഇത് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ പ്രതിഫലമാണ്. ഇവിടെ എന്താണ് ഇൻട്രസ്റ്റിങ്? ഒരാൾ നരകത്തിൽ കിടന്നിട്ട് എരിയാൻ പോവാണ്, അയാളോട് പറയുന്ന വാക്ക് സൊബറിനെ കുറിച്ചാണ്, എന്ന് വെച്ചാൽ ക്ഷമനെ കുറിച്ചാണ്. അപ്പോൾ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നഷ്ടം മുന്നിൽ കാണുമ്പം തൽക്കാലം ആ നഷ്ടത്തിനെ സഹിക്കാനുള്ള നമ്മുടെ ഒരു ക്യാരക്ടറാണ്. നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു റിയാക്ഷനെ പിടിച്ചു വെക്കാനുള്ള നമ്മുടെ സ്വഭാവമാണ് സൊബർ. ഫസ്റ്റ് വരുന്ന റിയാക്ഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനായതുകൊണ്ട് തന്നെ ഫസ്റ്റ് വരുന്ന റിയാക്ഷൻ എപ്പോഴും നമ്മുടെ ശരീരം, നമ്മുടെ ഇഷ്ടങ്ങളും മോഹങ്ങളൊക്കെ ആയിരിക്കും. ഇതിനെ പിടിച്ചു വെക്കാണ്ട് നമുക്ക് ഒരിക്കലും നന്നാകാൻ കഴിയില്ല. ഒരു ഉദാഹരണം, ഇപ്പം രാവിലെ സുബഹിക്ക് ബാങ്ക് കൊടുത്ത് ഉറക്കത്തിനെ പിടിച്ചു വെച്ചിട്ട് നമസ്കാരത്തിലേക്ക് പോകുന്നതിലൊരു സൊബറുണ്ട്. ഒരാൾ നമ്മളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ചീത്ത വിളിക്കാനുള്ള ഫസ്റ്റ് റിയാക്ഷനെ പിടിച്ചു വെക്കുന്നതിൽ എന്തുണ്ട്? ഒരു സൊബറുണ്ട്. അപ്പം സത്യത്തിന്റെ കൂടെ ഈ ലോകത്ത് നിൽക്കണമെങ്കിൽ സൊബറില്ലാതെ നടക്കാൻ കഴിയില്ല. അള്ളാഹ് പറയുന്നത് ഹൗലും ലൈബും മൈൻഡ് സെറ്റ് എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത്? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെ പോകാൻ കാരണം എന്താണ്? ഈ നഷ്ടം സഹിക്കാൻ സൊബറില്ലാത്ത അവസ്ഥയാണ്. അള്ളാഹ് പറയാണ് നരകത്തിൽ ഇനി നിങ്ങൾ സൊബർ കാണിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എന്താണ്? ഒരേപോലെയാണ്. അതിൽ കാര്യമില്ല, ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് ശരിക്കും ഇതിന്റെ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അതിലും ചെറിയൊരു സാധനത്തിന് സൊബർ കാണിച്ചാൽ മതിയായിരുന്നു ഈ നരകം ഒഴിവാക്കാൻ. പക്ഷെ നമ്മളത് ചെയ്തില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യും? അതിലും വലിയൊരു കാര്യത്തിലേക്ക് സൊബറിന്റെ ആവശ്യം അവിടെ ഇല്ല എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാം. അപ്പൊ ഇതാണ് 16 ആയത്തുകൾ. വളരെ സുന്ദരമായിട്ടുള്ള നമ്മളെ മനസ്സിൽ തട്ടുന്ന ആയത്തുകളാണ്. എന്താണ് ഇതുവരെ പറഞ്ഞത്? ഒന്ന്, നരകശിക്ഷക്ക് അർഹരായവരുടെ സ്വഭാവം മുഖദ്ദിബാണ്, കളവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, അവരുടെ അഡീഷണൽ സ്വഭാവമായിട്ട് അള്ളാഹു പറയുന്നത് അവർ ഹൗലിലും ലൈബിലും ആയിരിക്കും. മൂന്നാമത്, അവരെ നരകശിക്ഷന്റെ പ്രത്യേകത ഒന്ന് പിന്നിൽ നിന്ന് തള്ളുന്നതിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു. അള്ളാഹിന്റെ ചോദ്യം ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് സിഹറാണോ എന്ന ചോദ്യം ക്ഷമ ഉപകാരപ്പെടില്ല. ഇത്രയാണ് ഈ ആയത്തിന്റെ ഇത്. ഇനി ഈ ആയത്തുകളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 9-ാമത്തെ ആയത്ത് മുതൽ സൂറ തൂറിൽ നരകശിക്ഷയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് ഒരു സാധനത്തിന് ദൂരത്ത് നിന്ന് ഇങ്ങനെ സൂമിൻ എഫക്റ്റ് പോലെയാണ് അതിന്റെ സ്ട്രക്ചർ ഉള്ളത്. ആദ്യം എന്താ പറയുക, നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ 9ഉം 10ഉം ആയത്തിൽ യൗമ തമൂറു സമാഉ മൗറ വ തസീറുൽ ജിബാലു സൈറ. അപ്പൊ വളരെ ദൂരെ നിന്ന് നമ്മൾ ഒരു സാധനം കാണുകയാണ്. എന്താണ്? പർവ്വതങ്ങള്, പിന്നെ ആകാശമൊക്കെ എന്ത് ചെയ്യാണ്? പൊട്ടിയതാകാണ്. പിന്നെ ഒന്നും കൂടി സൂമിൻ ചെയ്യാണ്. ഫവൈലു യൗമ ഇതിൽ മുഖദ്ദിബീൻ, ഒരു വിഭാഗം ആൾക്കാർക്ക് നാശം, നരകശിക്ഷ വിധിക്കപ്പെടുന്ന രംഗത്തിലേക്ക് വരികയാണ്. പിന്നെ ഒന്നും കൂടി സൂം ചെയ്യുമ്പം യൗമ യുദഊന ഇലന്നാരി ജഹന്നമ ദഅ എന്ന് വെച്ചാല് ഒരു തരത്തിൽ നമ്മൾ പ്രപഞ്ചം മൊത്തം തകരുന്ന കണ്ടിട്ട് പിന്നെ മഹ്ശറയിലേക്ക് നമ്മളെ കൊണ്ടുപോയി മഹ്ശറയിൽ നിന്ന് നരകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു എഫക്റ്റാണ് അവിടെ കാണുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി ഒന്നാമത്തെ വിഷയം, 2 വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഒന്നാമത്തെ വിഷയം തക്ദീബാണ്. തക്ദീബിന്റെ ഒരു പ്രശ്നം, നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അലേർട്ട് ആകേണ്ടത്, ഭയപ്പെടേണ്ടത് തക്ദീബിനെ കുറിച്ചാണ്. കാരണം നമ്മൾ മുസ്ലിമാണ് എന്ന് കാണുന്നവർക്ക് അറിയാം. എൻ്റെ പേരിലൂടെ ഞാൻ മുസ്ലിമാണ് എന്ന്
എന്നോട് പരിചയപ്പെടുന്ന, എന്നോട് സംസാരിക്കുന്ന ആൾക്ക് അറിയാം. പിന്നെ ഞാൻ എടുക്കുന്ന എല്ലാ തെറ്റായ നിലപാടുകളും ഏതോ അർത്ഥത്തിൽ ഇസ്ലാമിനെ കളവാക്കുന്നതാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം അതുകൊണ്ടാണ് അറൈത്തല്ലദീ യുകദ്ദിബൂൻ. നമ്മളെപ്പോഴും പറയാൻ എളുപ്പമുള്ളൊരു സംഭവം ഞാൻ ഇൻഷാ അള്ളാ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഞാൻ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, സ്ട്രൈക്ക് ചെയ്യും. നമ്മൾ ഇൻഷാ അള്ളാ എന്ന് നമ്മൾ അള്ളാനെ പിടിച്ചിട്ട് പറഞ്ഞിട്ട് ആ പണി ചെയ്യാതിരിക്കുമ്പം ഇൻഷാ അള്ളാ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ആൾ പറയുന്നത് ഒരു മുസ്ലിം ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ എന്തായാലും 6 മാസത്തേക്ക് പിന്നെ അത് നോക്കണ്ട എന്ന് പറയിപ്പിച്ചത് നമ്മളെ തക്ദീബാണ്. നമ്മൾ ഇസ്ലാം അള്ളാഹ് അങ്ങനെയല്ല എന്നതാണ്. നമ്മൾ അള്ളാനെ പിടിച്ച് ഞാൻ എന്തേ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യും എന്നതാണ് എന്ത് ഷഹാദത്തും തസ്ദീഖും, സത്യപ്പെടുത്തലും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? തക്ദീബാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ആ മാർക്ക് നേരെ പോയി തട്ടുന്നത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കുക. സൂറ മുർസലാത്തിൽ 10 തവണ ഞാൻ പറഞ്ഞു. സൂറ റഹ്മാനിൽ എന്താ പറയുന്നത്? ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നാണ്. ഓരോ തെളിവും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹിൻ്റെ ആയത്തുകളെ കളവാക്കാൻ കഴിയുക എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം തക്ദീബിന്റെ പ്രശ്നം സത്യം അറിയാത്ത പ്രശ്നമല്ല, അറിഞ്ഞിട്ടും അതിനെ കളവാക്കുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം എന്ന് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ വിഷയം, അപ്പോൾ തക്ദീബ് നമ്മൾ പറഞ്ഞു. തക്ദീബ് ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം നമ്മൾ അത് തന്നെ ആയിട്ടൊരു ക്ലാസ് മുന്നേ എടുത്തിട്ടുണ്ട്. ഹൗലും ലഈബും, ഇത് രണ്ടും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അള്ള ഇല്ല എന്നൊക്കെ ഓപ്പണായിട്ട് പറയുക, പിന്നെ ഏതോ വിഗ്രഹത്തിനെ ആരാധിക്കുക, ഇങ്ങനെയുള്ളവർ മാത്രമല്ല എവിടെ പോണത്? നരകത്തിലേക്ക് പോകുന്നത്. അവരെടുക്കുന്ന നിലപാടിൻ്റെ അതേപോലത്തെ നിലപാടെടുത്തവരും എന്തായി മാറും? ഇതിലേക്ക് പോകും. അതാണ് ഖുർആൻ പറയുന്നതിൻ്റെ ഒരു സീരിയസ്നെസ് അവിടെ കിടക്കുന്നത്. ഇപ്പൊ ഖുർആൻ കുഫർ എന്ന് പറയുന്നത് ഏതോ സമുദായത്തിനെ കുറിച്ചോ സമൂഹത്തിനെ കുറിച്ചല്ല. കുഫർ ഒരു സ്വഭാവമാണ്. അത് ഏത് പേര് കാരണം ആ നിലപാടെടുത്തു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ഖുർആനിൽ നോക്കുമ്പം അശ്രദ്ധ ഉള്ളവൻ ഇങ്ങനെ പോയിട്ട് നരകത്തിൽ പോകുന്നത് കുറേ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിം ആയിരിക്കെ തന്നെ പരാജയപ്പെടാനുള്ള സാധ്യത, മുസ്ലിം ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് കൊണ്ട് മുസ്ലിം ആയിരിക്കെ തന്നെ പരാജയപ്പെടാനുള്ള കുറേ സാധ്യതകൾ പറയുന്നതിൻ്റെ ഒന്നാണ് ഹൗല്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ് ഹൗല്? അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അനാവശ്യം എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വർഗം കിട്ടാനുള്ള പണിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തതൊക്കെ എന്താണ്? അനാവശ്യമായ കാര്യമാണ്. അപ്പം ഇത് ഖുർആൻ്റെ ഒരു റൂട്ട് കോസ് അനാലിസിസ് ആണ്. ശരിക്കും റൂട്ട് കോസ് അനാലിസിസ് എന്താണ്? നമ്മളിപ്പം റൂട്ട് കോസ് അനാലിസിസിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിൻ്റെ റൂട്ടിൽ പോയിട്ട് പിടിക്കുകയാണ്. പുറത്തു നോക്കുമ്പോൾ നമ്മൾ കുഫ്രാണോ എന്ന് റൂട്ടിൽ നോക്കിയിട്ട് പിടിക്കുകയാണ് അള്ളാഹ് ചെയ്യുന്നത്. എന്താണ് അള്ളാഹു ഇവിടെ പറയുന്നത്? മനസ്സും ചിന്തയും ബിസിയാണ് ആൾക്കാർ. ആ ബിസി ആയതുകൊണ്ട് അള്ളാഹിനെ കാണാൻ കഴിയുന്നില്ല. അതാണ് പ്രശ്നം. നമ്മളെ മനസ്സും ചിന്തയും സമയവും എല്ലാം ബിസിയാണ് പല കാര്യങ്ങളിൽ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? അള്ളാഹിനെ കാണാൻ കഴിയുന്നില്ല, ദിക്ർ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്നുള്ളതാണ്. സത്യം അംഗീകരിക്കുന്നതോടുകൂടി നമ്മൾ ബിസിയായ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമെന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഭയപ്പെടുന്നു. ഖുർആനിൽ അമ്മ ജുസിൽ ഇതിനെ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്ന 2 ആയത്തുകളുണ്ട്. അൽഹാക്കും അത്തകാസുർ ഹത്താ സുർത്തുമുൽ മക്കാബിർ. ഇതിലും സ്ട്രോങ് ആയിട്ട് ഈ സാധനത്തിനെ പറയാൻ കഴിയില്ല. അൽഹാക്കും, നിങ്ങൾ അശ്രദ്ധരാണ്. അത്തകാസുർ, പലതരം കാര്യങ്ങളിൽ നിങ്ങൾ എല്ലാ ദിവസവും ബിസിയാണ്. ഹത്ത സുർത്തുമുൽ മക്കാബിർ, ഖബറിലെത്തുമ്പോൾ വരെ ആ ബിസിനെസ് ഉണ്ടാവും, ആ തിരക്കുണ്ടാവും. ആ തിരക്ക് എപ്പോൾ തീരാന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിൻ്റെ ആ മൊമെന്റ് മുന്നിൽ വരുമ്പം നമ്മൾ എന്ത് ചെയ്യും? ആ ബിസിനസ്. എന്നിട്ട് അടുത്ത പ്രയോഗം എന്താണ്? അടുത്ത പ്രയോഗം കല്ല സൗഫ തഅലമൂൻ. ഇങ്ങനെയൊന്നുമല്ല, നിങ്ങൾ എന്തായാലും സത്യം അറിയും. കല്ല സൗഫ തഅലമൂൻ. ഈ ബിസിനസ് അല്ല പ്രശ്നം എന്ന് നമ്മൾ അറിയും. നമുക്ക് ഈ വിഷയത്തിൽ 3 വെല്ലുവിളികളുണ്ട് മനുഷ്യന്. അള്ളാഹ് തന്നെ ഉണ്ടാക്കി വെച്ച വെല്ലുവിളിയാണ്, കാരണം ജീവിതം പരീക്ഷണമായതുകൊണ്ട്. ഒന്നാമത്തെ വെല്ലുവിളി, ലോകം വഞ്ചിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിസിയാക്കാൻ മാത്രം അതെന്ത് ചെയ്യും? നമ്മളെ വഞ്ചിക്കും. അപ്പം നമ്മൾ പറയരുത് എന്ത് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ഞാൻ അങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ലോകം എന്നെ അങ്ങനെ ആക്കി, ഇത് പറഞ്ഞതിൽ കാര്യമില്ല. കാരണം ലോകം നമ്മളെ അതിനെ മറികടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ. അള്ളാഹ് അങ്ങനെയാണ് അതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സൂറ ലുക്മാനിൽ
33-ാമത്തെ ആയത്തിൽ മഹ്ശറയെ കുറിച്ച് പറയുന്നത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാനെ സൂക്ഷിക്കുക. വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയപ്പാടുണ്ടാകണം. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഈ ഭൂമിയിലെ ഒരു ബന്ധങ്ങൾക്കും ഉപകാരപ്പെടാത്ത ഒരു ദിവസം. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ, എന്നിട്ട് പറയാണ് ഇന്ന വഅദല്ലാഹി ഹഖ്കുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തിദ് ദുനിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെ ഈ ജീവിതം വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നതിന് മുമ്പേ മാതാപിതാക്കളും മക്കൾക്കും കുടുംബം ഒന്നും ഉപകാരപ്പെടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുപോലെ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലോകത്തിലെ ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, വഞ്ചിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ബന്ധത്തിന് വേണ്ടിയിട്ടാണല്ലോ, കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുന്നത് അള്ളാനെ ആണെങ്കിൽ, അള്ളാൻ്റെ ഉള്ള സബ്മിഷൻ ആണെങ്കിൽ അള്ളാഹ് പറയുന്നത് അത് ഒരു തരത്തിൽ ലോകം നമ്മൾ എന്ത് ചെയ്യാണ്, വഞ്ചിക്കുകയാണ് എന്ന് പറയാണ്. രണ്ടാമത് അള്ളാഹ് സെറ്റ് ചെയ്തൊരു പ്രശ്നം, ഷെയ്ത്താൻ ഇതിനെയൊക്കെ സുന്ദരമായിട്ട് കാണിക്കും. ഖുർആൻ ഉപയോഗിക്കുന്നവർ പറയുകയാണ് സയ്യന്ന എന്നാണ്. സയ്യന്ന, ഷെയ്ത്താൻ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുന്നതിന് നല്ലതാണെന്ന് നമുക്ക് തന്നെ എന്ത് ചെയ്യും, തോന്നും. നമുക്ക് തോന്നും എന്ത്, നമുക്ക് കുറേ ന്യായീകരണം കണ്ടെത്താൻ പറ്റും, ഇതൊക്കെ ഓക്കെയാണ്, സെറ്റാണെന്ന് തോന്നും. മൂന്നാമത് നമ്മളൊരു ബോഡിൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംഫർട്ട് നിരന്തരം തേടിക്കൊണ്ടേയിരിക്കും. അതാണ് ഇന്നഹു ലി ഹുബ്ബിൽ ഖൈരി ലഷദീദ്, മനുഷ്യനെപ്പോഴും ഹൈർ എന്ത് ചെയ്യും, അതിനെ ഭയങ്കരമായിട്ട്. അപ്പോൾ പലതിലും തളച്ചിടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് പിന്നെ നമ്മൾ ആലോചിക്കുക, നമ്മളെക്കുറിച്ച് ആലോചിക്കുക, ഈ ഹൗദിനെ കുറിച്ച് ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ ആലോചിക്കുക. നമുക്ക് എന്തുകൊണ്ടാണ് ഖുർആൻ പഠിക്കാൻ കഴിയാത്തത്? ഇപ്പം നമ്മളിങ്ങനെ ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ കുറേ തിരക്കുണ്ട്, പിന്നെ സമയം കിട്ടുന്നില്ല, ഇപ്പം എന്താ ചെയ്യുക, കാരണം പിന്നെ ജോലിയിൽ പ്രശ്നമാണ്, ജോലി തിരക്കാണ്, പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പ്രശ്നമാണ്, പിന്നെ അവിടെ വീട്ടിൽ വിളിക്കണം, ഇങ്ങനെ. അപ്പം ഇത് ഒരു ദിവസത്തെ അല്ല, 10-40 വർഷമായിട്ട് ഈ പണി തുടങ്ങുന്നുണ്ട്. ഖുർആൻ നമ്മളെ മുന്നിലുണ്ട്. നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് നമ്മൾ ഹൗദിലാണോ എന്നാണ്. കാരണം ഈ ജീവിതത്തിൻ്റെ മൊത്തം ലക്ഷ്യം, നമ്മൾ പ്രഖ്യാപിക്കുന്ന ഞാൻ മുസ്ലിമാണെന്നാണ്, ഈ ജീവിതത്തിൻ്റെ മൊത്തം ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഖുർആൻ പഠിച്ചിട്ട് അതിൻ്റെ മാർഗത്തിലാകുക എന്നുള്ളതായിരിക്കെ നമ്മളുടെ ഈ പ്രയോറിറ്റിക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതോ അർത്ഥത്തിലൊരു തിരക്കിൽ പെടുകയാണ്. കുടുംബത്തിനെ നോക്കുന്നത് ഇസ്ലാമിന് വിരുദ്ധമാണെന്നല്ല ഞാൻ പറയുന്നത്. അടിസ്ഥാന കാര്യങ്ങളിൽ മറപ്പിക്കുന്ന ബിസിനസ് എന്ത് ചെയ്യരുത്. നമുക്ക് ജമാഅത്ത് നമസ്കാരം കിട്ടുന്നില്ല, വെറുതെ ആലോചിക്കുക, നമ്മളൊരു ഡെയിലി റുട്ടീൻ ആലോചിക്കുക. നമുക്ക് ദുഹർ നിസ്കരിക്കാൻ കഴിയുന്നില്ല, എന്താ പ്രശ്നം? അപ്പം ഞാൻ അവിടെ പോകുന്നുണ്ട്, മറ്റേ ഇവിടെ പോകുന്നുണ്ട്, ഇതുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഫുൾ തിരക്കാണ്. പക്ഷേ ദുഹർ നമസ്കരിക്കാൻ കഴിയുന്നില്ല, ആകെ 2 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ, പക്ഷെ അതുമാത്രം കഴിയുന്നില്ല. എവിടെയാണ് പ്രശ്നം എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹു നമ്മളെ ഇപ്പം ഓർമ്മിപ്പിക്കുകയാണ്, ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ ഹൗലുകൾ എന്ത് ചെയ്യും, നമ്മൾ തിരക്കാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അള്ളാഹ് എടുത്തിട്ട് എന്ത് ചെയ്യും, വലിച്ചെറിയുമെന്ന് വഫവയിലും എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. സൂറ തൗബയിൽ 69-ാമത്തെ ആയത്തിൽ അള്ളാഹു ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നോക്കുക. കല്ലദീന മിൻ ഖബലിക്കും കാനു അഷദ്ദു മിൻകും ഖുവ്വ, നിങ്ങൾ ആരെ പോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞു പോയ ഒരു വിഭാഗത്തെ പോലെയാണ്. അവര് നിങ്ങളെക്കാൾ പണക്കാരായിരുന്നു, നിങ്ങളെക്കാൾ ശക്തരായിരുന്നു. വ അക്സറ അംവാലൻ വ ഔലാദൻ, നിങ്ങളെക്കാൾ മക്കളും സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. ഫസ്തംതഉ ബി ഖലാഖ്, ഞാൻ എൻ്റെ മലയാളം പറയാം. പിന്നെ അവരെന്ത് ചെയ്തു, അവർ സുഖം അനുഭവിച്ചു. അവർ സുഖം അനുഭവിച്ചതുപോലെ തന്നെ നിങ്ങളും എന്ത് ചെയ്യുന്നു, ഇപ്പൊ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വഹുലുത്തും കല്ലദീ ഹാലു, അവർ തിരക്കിലായതുപോലെ നിങ്ങളും എന്താണ്, ഇപ്പോഴും തിരക്കിലായിക്കൊണ്ടിരിക്കുകയാണ്. സമൂദ് ഗോത്രം, ആദ് ഗോത്രം, അവര് ബിൽഡിങ് പണിയാനും ഇതൊക്കെ തിരക്കിലായിരുന്നു. അവര് തിരക്കിലാകുന്നത് പോലെ നമ്മൾ എന്താണ്, നമ്മളും ഇപ്പൊ തിരക്കിലാണ് എന്നതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഉലായിക ഹബിത്തത് അഅ്മാലുഹും എന്നാണ് പറയുന്നത്. ഹബിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒട്ടകം കുറേ ഭക്ഷണം കഴിച്ചു കഴിയുമ്പം അതിന് വരുന്നൊരു രോഗമാണ് ഹബിത്ത. ഹബിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്നത് ഭക്ഷണമാണ്. ഭക്ഷണം സാധാരണ എന്ത് ചെയ്യണം, നമുക്ക് ന്യൂട്രീഷൻ എന്തെങ്കിലും ഒരു വൈറ്റമിൻ തരണം. പക്ഷെ കഴിക്കുന്നത് അധികമായപ്പോൾ എന്ത് സംഭവിച്ചു, അതിനൊരു ഉപകാരം ഇല്ലാതെ അത് അസുഖമായി മാറി. എന്ന് വെച്ചാൽ ഹബിത്തത് അഅ്മാലുഹും എന്ന് പറഞ്ഞാൽ കുറേ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ ആ പണി കൊണ്ട് എന്തില്ല, ഒരു കാര്യമില്ല, അത് അസുഖമായി മാറുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് എന്ന് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നരകത്തിലേക്ക് കടക്കുന്ന പ്രശ്നമാണ് നമ്മൾ അള്ളാഹു അല്ലാത്തതിൽ തിരക്കിലായി. നമ്മൾ ആലോചിച്ച് നോക്കുക, വെറുതെ ആലോചിച്ച് നോക്കുക, എപ്പോഴാണ് മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞിട്ട് അള്ളാഹിനോട് ഒരു അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ പറഞ്ഞത്? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എപ്പോഴാണ് അവസാനമായിട്ട് അള്ളാഹിനെ ദിക്ർ
മനസ്സറിഞ്ഞിട്ട് അള്ളാഹിനെ ദിക്ർ ചെയ്ത ഏത് മൊമെൻ്റാണ് നമുക്ക് ഉണ്ടായത് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഖുർആനിലെ സൂറ മുദ്ദസ്സിറിൽ ഈ നരകത്തിൽ കടന്നവർ, സ്വർഗത്തിൽ കടന്നവർ നരകത്തിൽ കടന്നവരോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിൽ കടന്നത്. അപ്പോൾ അവരതിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. ഖാലു ലം നക്കു മുസല്ലീൻ, എന്താണ്, നിസ്കരിച്ചിട്ടില്ല, അത് നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ്. വലം നക്കു നുതഇമുൽ മിസ്കീൻ, എന്ത് ചെയ്തില്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തില്ല. ഇത് 2 ഓക്കെയാണ്, നമ്മൾ സാധാരണ ഒരു മത അന്തരീക്ഷത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്തത് വകുന്ന നഹൂദു മഅൽ ഹായിലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തിരക്കിലായവരൊപ്പരം തിരക്കിലായിപ്പോയി പടച്ചോനെ എന്ന് വെച്ചാൽ അവരോട് തിരക്കിലായിപ്പോയി, ഇതേ പ്രശ്നമുള്ളൂ, തിരക്കിലായിപ്പോയി എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ഇമ്പാക്റ്റ് ചെയ്യുന്ന സാധനം സോഷ്യൽ മീഡിയയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ബിസി ആയിരിക്കും, ഒരു തരത്തിലുള്ള ഔട്ട്പുട്ട് ഇല്ലാത്ത ബിസിനെസ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1 മണിക്കൂറല്ല, ഒരു മാസം കാണാനുള്ള റീൽസ് നമുക്ക് ഇന്ന് വെറുതെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം മാത്രം ഇതായി കഴിഞ്ഞാൽ അവസാനം എന്താണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനവും കിട്ടാത്ത ആ ലോകത്തിൽ കൂടി ഹൗസ് എന്നുള്ളത് വളരെ കറക്റ്റാണ്. എൻഡ്ലെസ് സ്ക്രോളിങ് വിത്തൗട്ട് എനി ബെനിഫിറ്റ് എന്ന് പറയുന്ന കാര്യം, സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, അവസാനം എന്താണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഇതാകണം. ബിസി ആയിരിക്കും, ഇൻഫർമേഷൻ ഓവർലോഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഗസയിൽ കുട്ടികൾ മരിക്കുന്നത് നമുക്കറിയാം, പട്ടിണി കിടക്കുന്നവർ മരിക്കുന്നത് നമുക്കറിയാം, നമ്മൾ കാണും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമഡിയും കാണും. അത്രത്തോളം ഇമോഷൻ നമ്മൾ ഡെപ്തിൽ നമ്മളെ ടച്ച് ചെയ്യാത്ത രീതിയിൽ കണ്ടുപോകാനുള്ള, ഉള്ളിൽ തട്ടാതെ ഇൻഫർമേഷൻസ് കണ്ടുപോകാനുള്ള ഒരു കഴിവ് നമ്മൾ എന്ത് ചെയ്തു, ഈ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തത് ഹൗസിൻ്റെ വലിയൊരു ലക്ഷണമാണ് എന്നുള്ളതാണ് അതുമായിട്ട്. അപ്പം നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക, നമ്മൾ തിരക്കിലാണോ, എന്താണ് നമ്മളെ തിരക്കിലാക്കുന്നത്, അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. രണ്ടാമത്തത് ലഇബ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാം കളി തമാശക്കൊന്നും എതിരല്ല. എന്ന് വെച്ചാൽ തമാശ പറയേണ്ട സമയത്ത് തമാശ പറയണം. ഇപ്പോൾ മൊത്തം സീരിയസ് ആയിട്ട് ഏറി പിടിച്ചിരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. തമാശ പറയേണ്ട സമയത്ത് തമാശ പറയണം, കളിക്കേണ്ട സമയത്ത് കളിക്കണം, ഇതല്ല പറയുന്നത്. കളിയും തമാശയും തന്നെ ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാകുമ്പോൾ അത് പ്രശ്നമാണ്. കാരണം എന്താണ്, ജീവിതം ഗൗരവമുള്ളതാണ്. ഇതെപ്പോൾ തീർന്നു പോകും നമുക്കൊരു ഐഡിയ ഇല്ല. ഒരു മൊമെൻറ്റിൽ ഒരു ചെറിയ ബ്ലോക്ക്, ഇതിൽ നമ്മളെ മൊത്തം മൊമെൻറ്റ് അപ്പോൾ ഗൗരവമാണ്, എന്തോ ഗൗരവമുള്ള പണിക്കാണ്. അതിൻ്റെ ഇടയിൽ നർമ്മവും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അടിസ്ഥാന സ്വഭാവം എന്തായത്, നിസ്സാരമാക്കുന്നത് ആകരുത് എന്നുള്ളതാണ്. ഇത് വലിയ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവില്ല. നമ്മളെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഗൗരവം നഷ്ടമാകുന്ന, ഭയമില്ലാത്ത, ജാഗ്രത ഇല്ലാത്തൊരു സ്വഭാവമാണോ നമുക്ക്. എത്ര മരണത്തെക്കുറിച്ച് പറഞ്ഞാലും എന്ത് ചെയ്യൂല, എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പിൽ ഇരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരാൾ മരണത്തെക്കുറിച്ച് പറയുമ്പം ഉള്ളിലത് എന്തെങ്കിലും തട്ടണം, ഒരു പേടി വരണം. പ്രവാചകന്റെ കൂടെ ഇരിക്കണം എന്ന് തോന്നുമ്പം ഉള്ളിൽ നിന്ന് ഒരു പടപ്പ് വരണം, ഒരു കരച്ചിൽ വരണം. ഇത് വരാതെ എല്ലാത്തിനെയും ഒരേ കൂളായിട്ട് ഭയങ്കര ഇതൊക്കെ എന്ത് എന്നുള്ളതാണെങ്കിൽ അതെന്താണ്, അത് ലൈബിൻ്റെ ക്യാരക്ടറാണ്, അത് പ്രശ്നമാണ്. ലൈബിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യാജ സുരക്ഷിത ബോധം നൽകും. കാരണം ഇതൊക്കെ നമ്മളൊരു സെറ്റാണ്. ഇതിൽ ഖുർആനിൽ അള്ളാഹിൻ്റെ ഒരു ചോദ്യമുണ്ട്, എന്ന് വെച്ചാൽ നമ്മളെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഒരു ചോദ്യം. അവ അമിന അഹ്ലുൽ ഖുറ, ഈ നാട്ടുകാർ സ്വന്തത്തിന് ഭയങ്കര സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ലുഹ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുൾ ആക്റ്റീവായ സമയമാണ്. ഫുൾ ആക്റ്റീവായ ഒരു സമയത്ത്, രാവിലെ ലുഹന്റെ സമയത്ത് ഞാനൊരു ശിക്ഷ ഇറക്കൂല എന്നതിൽ നിങ്ങൾ അത്രയും ഭയങ്കര കോൺഫിഡൻ്റ് ആണോ, അത്രയും സുരക്ഷിതരാണോ? വഹും യൽ അബൂൻ, അവർ കളിച്ചുകൊണ്ടിരിക്കെ, അവർ കളി തമാശയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ, എൻ്റർടൈൻമെൻറ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഞാൻ ശിക്ഷ ഇറക്കൂല എന്ന് അവർ അത്രയും കോൺഫിഡൻ്റ് ആണോ നിങ്ങൾ എന്നാണ് അള്ളാൻ്റെ ചോദ്യം. അപ്പം കളി തമാശൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമാശയും കളിയും സീരിയസ്നെസ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നമുക്കൊരു സാധ്യത തരും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാന്ന് നോക്കുക, നിങ്ങളൊരു വളരെ നർമ്മത്തിലേക്ക് പോയി നോക്കുക, ആ സീരിയസ്നെസ്സിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയും. ഇതൊരു സാധ്യതയാണ്, നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. പക്ഷേ എല്ലാ ഗൗരവമായ കാര്യം വരുമ്പോഴും ഒരു തമാശയിലേക്ക് പോകാനുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഇതിലും സോഷ്യൽ മീഡിയ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ പരീക്ഷണമാണ്. കാരണം എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുള്ളൊരു കളിയാണ് പിന്നെ നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളതാണ്. പരലോകത്ത് പരാജയപ്പെട്ടവരെ കുറിച്ച് ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നത് അല്ലദീന ഇത്തഖദു ദീനഹും ലഹുവൻ വലഇബൻ എന്ന് പറയുന്നതായിട്ട്. എന്നിട്ട് അതിന് ശേഷം അള്ളാഹ് പറയുന്നത്
പിന്നെ ഫൽ യൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ. അതായത് കളി തമാശയിൽ ഏർപ്പെട്ടവരെ കുറിച്ച് അള്ളാഹ് പറയുന്നത് മഹ്ശറയിൽ ഭൂമിയിൽ അവരെങ്ങനെ എന്നെ മറന്നുവോ പരലോകത്ത് ഞാൻ എന്ത് ചെയ്യും, അവരങ്ങ് മറന്നു കളയും. അതാണ് എന്നുവെച്ചാൽ ഈ ലോകത്ത് നമ്മൾ മറക്കാൻ സീരിയസ്നെസ് മറക്കാൻ ശ്രമിച്ചുവോ അതേപോലെ അള്ളാഹ് എന്ത് ചെയ്യും, പരലോകത്ത് നമ്മൾ മറന്നു കളയും എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഈ 2 ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മൾ നമസ്കാരത്തിൽ ഫോക്കസ് ചെയ്യണം, പിന്നെ എല്ലാ സീരിയസ് ആയിട്ടുള്ള അടിസ്ഥാന വിഭാഗത്തുകളും ഫോക്കസ് ചെയ്യണം. ഈ വിഷയം പ്രത്യേകമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട സാധനമാണ്. കാരണം വലിയ അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള 2 വിഷയങ്ങളാണ് അള്ളാഹു കൂടെ പറയുന്നത്. നമ്മുടെ തിരക്കുകളെ കുറിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം. എന്തിലാണ് നമ്മൾ തിരക്കിലാകുന്നത്? അടിസ്ഥാന കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ കഴിയാത്തത്ര ഉള്ള തിരക്കുകളൊക്കെ പ്രശ്നമുള്ള തിരക്കുകളാണ്. അടിസ്ഥാന ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാത്ത, ഖുർആൻ പഠിക്കാൻ കഴിയാത്ത, ദിക്റിന് സമയം മനസ്സ് തരാത്ത, സീരിയസ് ആയിട്ട് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ചിന്തിക്കാൻ തരാത്ത എല്ലാതരം തിരക്കുകളും, എന്ത് തിരക്കായാലും അത് പ്രശ്നമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ചോദിക്കാൻ കഴിയുന്ന പിന്നെ കുറച്ച് ചോദ്യങ്ങൾ ഇത് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം. ജീവിതപാഠം ഇതാണ്, ഈ ആയത്തിൻ്റെ ജീവിതപാഠം ഇതാണ്. നമ്മൾ ചോദിക്കേണ്ടത്, ഒരു 10 മിനിറ്റ് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു നോക്കുക. 10 മിനിറ്റ് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ സാധനം ചെക്ക് ചെയ്യണോ ഇതൊക്കെ 10 മിനിറ്റ് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ മനസ്സിന് ഇരിക്കാൻ കഴിയുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇരിക്കാൻ കഴിയില്ല. അത്രയും നമുക്ക് 10 മിനിറ്റ് ഇരുന്നുള്ള പ്രശ്നം എന്താ അറിയോ? അത് വേറെ പ്രശ്നമാണ്. 10 മിനിറ്റ് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നാൽ നമ്മുടെ ഉള്ളിലെ മെക്കാനിസം അള്ള ക്രിയേറ്റ് ചെയ്ത് നന്മ വരാൻ തുടങ്ങും, കുറ്റബോധം വരാൻ തുടങ്ങും. പലതും ആലോചിക്കും, ഞാൻ അവനോട് എന്തുകൊണ്ട് അത് പറഞ്ഞുപോയി. 10 മിനിറ്റ് സൈലൻ്റ് ആയിട്ട് നിങ്ങൾ വണ്ടിയിൽ ഓടിക്കുമ്പോൾ റേഡിയോ ഒക്കെ ഓഫാക്കിയിട്ട് 10 മിനിറ്റ് സൈലൻ്റ് ആയിട്ട് ഇരുന്ന് നോക്കാം. 2, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തോ പ്രശ്നം തോന്നുന്നു. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് പിന്നെ കേൾക്കാം എന്ന് പറയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. സീരിയസ് ആയി ആരെങ്കിലും സീരിയസ് ഡിസ്കഷൻ തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യൂല, പിടിക്കൂല. സീരിയസ് ഇയാൾ എന്തൊരു തന്ത വൈബ് എന്നൊരു സാധനത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ആലോചിക്കുക. ചിലതൊക്കെ തന്ത വൈബ് തന്നെ ആയിരിക്കും, പക്ഷെ എല്ലാം തന്ത വൈബ് ആയിരിക്കില്ല. ലാസ്റ്റ് വൻ പണി നമുക്ക് കിട്ടും. ഇത് ക്യാരക്ടറാണ്. ഞാൻ എന്നെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ അതായത് സീരിയസ് ആയിട്ട് ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അതിനെ സീരിയസ് ഇത് പ്രശ്നമാണ്, ലൈബിൻ്റെ പ്രശ്നമാണ്. 3, നമ്മൾ ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ വായനയും കാണുകയും ചെയ്യുന്നുണ്ടോ? ഇത് ഭയങ്കര പ്രശ്നമാണ്. കംപ്ലീറ്റ് വേസ്റ്റ് ക്യാരക്ടറാണ്. നമ്മൾ കുറേ കാണുന്നുണ്ട്, ഒരാലോചനയുമില്ല എന്നത് എന്താണ്? പിന്നെ എന്താണ് ഈ ഹൗവിൻ്റെ ക്യാരക്ടർ. ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? എന്ന് വെച്ചാൽ നമ്മൾ ഗസ വായിക്കുന്നു, പിന്നെ നാട്ടിൽ അഴിമതിനെ കുറിച്ച് വായിക്കുന്നു, പിന്നെ ഒരാൾ ആത്മഹത്യനെ കുറിച്ച് വായിക്കുന്നു, പിന്നെ ഏതോ സിനിമൻ്റെ തമാശ കാണുന്നു, ഇങ്ങനെ പോകുന്നു. ആലോചന അതിൻ്റെ ഇടയിലൊന്നും ഒരു ഇതില്ല. ഇത് ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മളുടെ മുന്നിൽ ഒരു വാർത്ത വരുമ്പം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യണം. ഒരു കുട്ടി പിന്നെ ബുള്ളറ്റ് വീണിട്ട് ആ ഉപ്പ കരയുന്നതൊരു മൊമെൻ്റാണ്. അത് നമ്മുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യണം, നമ്മളിൽ കണ്ണീര് വരുത്തണം. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെടാതെ നമ്മൾ നോക്കുക എന്നുള്ളത് വളരെ പ്രശ്നമാണ്. പിന്നെ 5, നമ്മൾ മരണത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നന്നാവാം എന്നതിനെ കുറിച്ചൊക്കെ ഡിലേ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഖുർആൻ പഠിക്കാം, മെയ് 2 മുതൽ പഠിക്കാം എന്ന് പറയുള്ളൂ. നമ്മൾ ഇത് കഴിയട്ടെ എന്ന് നമ്മൾ പറയും. ഡിലേ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതാണ്. അപ്പം ഇത് വളരെ പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോടും ഒക്കെ പറയുന്ന നമ്മളൊക്കെ കുറഞ്ഞും കൂടുതലായിട്ട് ഈ പ്രശ്നമുണ്ട്. തിരക്കുകളെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുക, നമ്മുടെ സമയങ്ങളെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുക. അള്ളാഹിൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ടതാണ്. പടച്ചോൻ്റെ അടുത്ത് പോയിട്ട് ആ മുഖത്തുള്ള തൃപ്തി നമ്മൾ കാണുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ബാക്കി എല്ലാം സെക്കൻഡറി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒന്നും കൂടി അറേഞ്ച് ചെയ്യുക, റീഷെഡ്യൂൾ ചെയ്യുക, ഒന്നും കൂടി പ്രയോറിറ്റൈസ് ചെയ്യുക പല കാര്യങ്ങൾ അങ്ങോട്ടും ആയിട്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോൻ നമുക്ക് പിന്നെ യഥാർത്ഥ കാര്യങ്ങളിൽ പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم.